8,000 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്ക് ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നു എങ്കിൽ എത്ര രൂപ തിരികെ അടയ്ക്കണം? ഇവിടെ കൂട്ടുപലിശ നിരക്കാണ്. അപ്പം നമുക്ക് കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ ഇവിടെ എമൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ബാങ്കിലിട്ട പൈസ 8,000 ആണ്, നമ്മൾ തിരിച്ചടയ്ക്കേണ്ട പൈസ എമൗണ്ടാണ്. അപ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട് കൂട്ടുപലിശയിൽ. A=P × 1 + R/100⁻n ഓക്കെ. ഇവിടെ എമൗണ്ടാണ്, എത്ര തിരിച്ചടയ്ക്കണം എന്നുള്ള എമൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. പി എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പൈസ, അത് 8,000 രൂപയാണ്. അല്ല, ബാങ്കിൽ നിന്ന് നമ്മൾ വായ്പ എടുത്ത പൈസ, ബാങ്കിൽ നിന്ന് നമ്മൾ വായ്പ എടുത്ത പൈസ 2 വർഷത്തേക്ക് ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരിക്കണം, 8,000 രൂപയാണ്. × 1 R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ 5%. 5% വർഷം 2, 5% / 100 5%. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്യാം. 8,000 × 1 × 100 100, 100 + 5 105. 100 കൂടെ ഇൻറ്റു ചെയ്തതിന് ശേഷം 5 കൂട്ടുക, ഡിവൈഡഡ് ബൈ 100. ഇവിടെ 2 ഉണ്ട്, അപ്പോൾ 2 പ്രാവശ്യം എഴുതുക. 105 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇനി നമുക്ക് ഈ 8,000-ൽ 3 0, ഈ 100-ൽ 2 0, ഇപ്പുറത്തെ 100-ൽ 1 0 കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ 8 × 105 × 105 ഡിവൈഡഡ് ബൈ 10 ആണ്. 8 × 105 × 105 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ 88,200 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 10 ഉണ്ട്, അപ്പോൾ ഈ 10-ലെ 0 88,200-ലെ 0 ക്യാൻസൽ ചെയ്താൽ, ഒരു 0 ക്യാൻസൽ ചെയ്താൽ ആൻസർ 88,820 രൂപ. ഇവിടെ ഓപ്ഷനിൽ നോക്കാം, ആൻസർ ഈസ് ഓപ്ഷൻ സി. If you like this video, please like, share and subscribe. Thank you.